ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കൃഷിയായാലോ? ഇത് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. ഇതൊരു ഗാർഡൻ ഏരിയ ആണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയ സമയത്ത് നമ്മളോടൊന്ന് നനയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നനയ്ക്കാൻ വേണ്ടി പോയതാണ്. നമ്മളിന്നത് കൃഷിപ്പണിയാണ് കേട്ടോ. കൃഷിക്ക് വേണ്ടി വന്നേക്കുവാണ്. സ്വിറ്റ്സർലൻഡിലെ കൃഷിപ്പണികൾ. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയപ്പോൾ നമ്മളോട് അവർ കുറച്ച് സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊന്ന് നനയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് നനയ്ക്കാനൊക്കെ വേണ്ടി വന്നേക്കുവാണ്. ഇതാണ് സ്പേസ്. ഇവിടെ ഒരാൾ പുല്ലൊക്കെ വെട്ടുന്നുണ്ട്. നനയ്ക്കുന്നുണ്ട്. അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുവിന് കറക്റ്റ് ഒരു പാത്രം കിട്ടി നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മു ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്യാരറ്റ്, റാഡിഷ്, അതുപോലെ സുക്കിനി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളോട് നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നനയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ. സൗമ്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ സ്ഥലമാണിത്. പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാപ്പായിട്ട് വെച്ചേക്കാം. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു കിളി അവിടെ ചത്ത് കിടപ്പുണ്ടായേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഫസ്റ്റ് നമ്മളതിനെ അവിടെ ഒരു കുഴി എടുത്തിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ കുഴിച്ചിട്ടേ. ഈ വേലിയിലൊക്കെ ഇഷ്ടം പോലെ കിളികളുടെ കൂടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കിളികളും അവിടെ ഉണ്ട്. പുല്ല് വെട്ടാനുള്ള മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. കുറേ സംഭവങ്ങൾ, കൃഷിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇതെന്ത് ചെടിയാ? തണ്ണിമത്തനോ? തക്കാളി. തണ്ണിമത്തനല്ല, തക്കാളിയുടെ ചെടിയാ. കൊറേ കുഞ്ഞു തക്കാളി ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അമ്മൂനും അതുപോലെ തന്നെ ഷീചേട്ടനും ഇങ്ങനെ കൃഷിപ്പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനിമൽസിനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഫാം തുടങ്ങണം എന്നാണ് കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ഡ്രീം. ഒരു ഫാം തുടങ്ങണം. അമ്മൂനോട് ഇപ്പോൾ അംബീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ആര് ചോദിച്ചാലും അമ്മ പറയുന്നത് അമ്മൂന് ഫാമർ ആവണം എന്നാണ് അമ്മ എപ്പോഴും അംബീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനൊരു ചാൻസ് കൂടെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും സ്ഥലം ക്ലീനാക്കി കഴിഞ്ഞ് ഇവിടെയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുല്ലൊക്കെ ഇവിടെ കൊണ്ട് നമ്മൾ കൂട്ടിയിട്ടേക്കോ. ഓറഞ്ച്, ബ്രൗണ്, ബ്ലാക്ക്, ഗ്രീന്. എങ്ങനെയുണ്ട് അമ്മു കൃഷിപ്പണി? വേദന എടുക്കുന്ന ആളെ നല്ലോണം. ഇപ്പൊ വേദന ഉണ്ടോ? ഇച്ചിരി ഉണ്ട്. കാരണം ഈ പുല്ലത്തെ ഇങ്ങനെ നല്ല മണ്ണാണ്. അപ്പൊ ഇങ്ങനെ പുല്ല് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ കൊറേ മണ്ണ് കല്ല് പോലെ കിടക്കുണ്ടാവും. അപ്പൊ അതിങ്ങനെ കുത്താൻ വേണ്ടി ആ തണ്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. നല്ല സുഖമുണ്ട് നടു. അപ്പുറത്തൊരു കൂമ്പാരുണ്ട്. നമ്മ കാണിച്ചു കൊടുത്തു. ഇവിടെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ഇത് ക്യാരറ്റാണ്. ഇത് സുക്കിനി. ഇവിടെ സുക്കിനി ഉണ്ട്. ഇതിൽ കായ്ച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇത് റാഡിഷാണ്. റാഡിഷ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പംകിൻ നട്ടേക്കുന്നതാണ്. കുഞ്ഞിച്ചെടിയാണ്, ആയിട്ടൊന്നുമില്ല, കുഞ്ഞിച്ചെടിയാണ്. പിന്നെ അവിടെയും കുറേ റാഡിഷ്, അതുപോലെ നമ്മുടെ മിൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് പുല്ല് ചെത്താനുണ്ട്. ഇത്രയും ഭാഗവും കൂടി ഉണ്ട് ഇനി പുല്ല് ചെത്താൻ. ബാക്കി ഫുള്ള് ചെത്തിക്കഴിഞ്ഞു. രണ്ട് കൃഷിപ്പണിക്കാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത് നമ്മുടെ യജ്ഞം പുല്ല് പറിക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ പുല്ല് പറയാണ്ട് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അമ്മുവിൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ അമ്മു? അമ്മു ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്?
ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടല്ലേ? മറ്റേ പാടത്ത് പോയി കുറെ കൈക്കോട്ട് വെച്ച് വെട്ടിട്ടില്ലേ? ഭയങ്കര കുഞ്ഞിരിക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ പണ്ട് ഇങ്ങനെ മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ മണ്ണിങ്ങനെ കൊതു വരുന്ന പറഞ്ഞ് കെട്ടിക്കിടക്കും വെള്ളം. അപ്പോൾ നമ്മൾ കൊതു മുട്ടയിടുന്നു പറഞ്ഞ് ഞാൻ കുഞ്ഞ് കൈക്കോട്ടുണ്ടായി വീട്ടില്. അപ്പോൾ അതും വെച്ചിങ്ങനെ കുഴി ഉണ്ടാക്കും, ഒരു വഴി ഉണ്ടാക്കും, എല്ലാ ചെടിക്കും പോകും. നല്ല രസമായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെയും ചെയ്യുന്നു ആ സെയിം. അങ്ങനെയല്ല, അമ്മൂന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ മോൾ തന്നെയാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ അമ്മൂനും അപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ. അപ്പയ്ക്കും മോക്കും കൃഷി ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതേ നമ്മൾ ഒരു പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ അപ്പയും മോളും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. കുളിക്കാനോ? കുളക്കാനോ? അല്ലൊന്ന് കൊണ്ടുപോകണമെന്നുണ്ടാവുന്നു. അമ്മൂന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഇങ്ങനെ പുറത്ത് ജനിച്ച് വളർന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല അല്ലേ? പക്ഷെ അമ്മൂന് ഇങ്ങനത്തെ കാര്യങ്ങളോടാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അത് ചെയ്യാനും ഒരു കുഴപ്പമില്ല, മടിയൊന്നുമില്ല. ഇതിങ്ങനെ വായിട്ട് ഈ ബക്കറ്റിലോട്ട് ഇവിടെ ഇങ്ങനെ ബക്കറ്റ് പിടിക്കണ ഒരു വീഡിയോ കൊണ്ട് എടുത്തേക്ക്. നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ സെക്കൻഡ് ഡേ നമ്മൾ വീണ്ടും കള പറിക്കാൻ ഇറങ്ങിയേക്കാണ്. നമ്മുടെ ലാലേട്ടൻ പറയണ പോലെ കർഷകനല്ലേ. നമ്മൾ ഇന്നലെ വൃത്തിയാക്കിയിട്ട സ്ഥലം നല്ല അടിപൊളിയായി കിടപ്പുണ്ടേ. ഇന്ന് നല്ല വെയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ പറിച്ചിട്ട പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ടേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അമ്മൂസ് അവിടെ കുറച്ച് വെള്ളം ലീക്കാവുന്നുണ്ട്. അത് ബക്കറ്റിൽ പിടിച്ചിട്ട് ചെടിക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാവേ. ഇന്നലെ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായി. അതെ, അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇങ്ങോട്ട് നനയ്ക്കാനുണ്ട്. അതെ, ഇതാണ് ഫുള്ളായിട്ടുള്ള അമ്മുവിൻ്റെ ബാഗാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ആ ചെടിയിൽ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കേട്ടോ. ഇവിടെയൊക്കെ ഇതേ ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ ഒരു ഗാർഡൻ ഏരിയയാണിത്. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ പറിച്ചിട്ടേക്കുന്ന പുല്ലാണിതൊക്കെ. അപ്പോൾ ഇങ്ങനൊരു വേലിയും അവർ കൊടുത്തിട്ടുണ്ട് ഈ ഗാർഡൻ്റെ ചുറ്റും. അതെ, ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമോ അല്ലേ ഞാൻ പണിയൊന്നും എടുക്കാതെ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് നടക്കാമെന്ന്. പക്ഷെ സത്യമായിട്ട് ഞാൻ പണി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, ഞാനും അധ്വാനിച്ചിട്ടുണ്ട്. നേരെ എടുത്ത് വയ്ക്കൂ. ഇതിലൊന്നുമില്ലല്ലോ, അത് ഞാൻ ഒരെണ്ണത്തിലേ ഉള്ളൂ. ഇത് ചേച്ചി എന്തോ മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. എന്തിൻ്റെയാന്ന് നമുക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും നമ്മളതെടുത്ത് നടുക. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടായില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവുമെന്നോ ഇങ്ങനെ ഗാർഡൻ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയണ്ടായില്ല. അപ്പോൾ
ഇങ്ങനെ ചെയ്യാൻ പറ്റിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് വലുതായിട്ടില്ല. ഇത് പക്ഷെ വെക്കാറായി തോന്നുന്നുണ്ട്. ഇത് വീണ കിടക്കുന്ന ഈ ചെടി ആ കോലിരിക്കുന്ന അവിടെ തന്നെ കുത്തിക്കോ. എന്നിട്ട് ചെടി എടുത്തിട്ട് ആ ഇല്ല കുറച്ചും കൂടെ അവിടെ നിർത്തി. കുറച്ചും കൂടെ താഴ്ത്ത്. മതി. ഞാൻ ചെടി എടുത്ത് അതിനകത്തോട്ട് വെച്ചു. കുറച്ചും ഈ കോലിൻ്റെ ഇപ്പുറത്ത് കൂടെ എടുക്ക്. നീ വിളിച്ചപ്പോ വന്നല്ലോ. അങ്ങനെ ഇന്നത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോവാണ്. നല്ല വെയിലുണ്ട്. നല്ല വെയിലാണ്. അപ്പൊ ഞങ്ങള് ഇന്ന് അത്യാവശ്യം ഞങ്ങൾ മടുത്തു. കാരണം നല്ല വെയിലുണ്ടായി. അപ്പോൾ പെട്ടെന്ന് വേർത്തു. പിന്നെ ചൂടെടുത്ത് അങ്ങനെ പിന്നെ എനിക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ അല്ലേ ഒന്നുമില്ല ചെയ്യാൻ. ഇങ്ങനെ ബാക്കിയുള്ള കുഞ്ഞു പുല്ല് പറിക്കലായിരുന്നു ഇന്നത്തെ പണി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോവുക. ഇനി വെള്ളം ഒഴിച്ചാൽ മതി. എടുക്കും. ഇത് കൃഷിസ്ഥലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതാണ് വേലി. പിന്നെ അപ്പുറത്തൊക്കെ ആ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ്. അതെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.